ഹലോ, വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. ഇതൊരു കുട്ടി സൺഡേ വ്ളോഗാണ് കേട്ടോ. എല്ലാവരെയും പോലെ, അതായത് ഓൾമോസ്റ്റ് എല്ലാവരെയും പോലെ ഒരു ലേസി സൺഡേ വ്ളോഗാണ്. അപ്പം വെക്കേഷൻ ആയപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുക, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ വളരെ ലേറ്റായിട്ട് എഴുന്നേറ്റ്, ഇവിടെ ഉപ്പുമാവർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ മക്രോണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അതൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ മക്രോണിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മക്രോണി ഉണ്ടാക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ലഞ്ചിൻ്റെ ചെറിയ പരിപാടികളൊന്നും നോക്കി കഴിഞ്ഞിട്ട് നമ്മളിതാ ഗിഫ്റ്റ്, ന്യൂ ഇയർ ഫ്രണ്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ കവർ ചെയ്യാണ്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഒക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിട്ട് ഇത് യെസ് ഭാരത് നിന്ന് മേടിച്ചതാണ്. എല്ലാ ഗിഫ്റ്റും യെസ് ഭാരത് നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് മേടിച്ച പർച്ചേസിങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ കോളേജിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഗിഫ്റ്റും റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓരോന്നും ഓരോരോ സ്ഥലത്തേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഓരോന്നും എല്ലാം ഓരോരോ കളറിലാണ് റാപ്പ് ചെയ്യുന്നത്, നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബിരിയാണീൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി നമ്മളതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാം ഓരോന്നും ഓരോരോ കവറിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി, ഉച്ചയോട് കൂടിയിട്ട് ഇറങ്ങി. നമ്മളൊന്ന് നെക്സ്റ്റോ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു ചെറിയൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയ സമയത്ത് ഇതാ ഇവിടെ നമ്മുടെ നഗരം ഭംഗിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചേട്ടനത് അവിടെ നമ്മൾ ഈ കൽപ്പറ്റ അറിയില്ല, എല്ലാവർക്കും അറിയില്ല, ഈ ന്യൂ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കിണറിൻ്റെ അവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒന്ന് എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ചെയ്യുന്നത്. അവരെ ഒരു ക്രിയേറ്റിവിറ്റി അടിപൊളിയായിരുന്നു. ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഒരു തൂണ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളതും അവർ ചെയ്യുന്നുണ്ടായി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വന്നൊരു കേക്കൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച്, പേസ്ട്രി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ എനിക്ക് നമ്മളെ DC ബുക്സിൻ ഷോപ്പിൽ നിന്ന് നമ്മളെ ടു മൈ സീക്രട്ട് സാന്റ എന്ന് പറഞ്ഞിട്ട് അവരൊരു ഫീച്ചർ ഉണ്ടായിരുന്നില്ല ഈ ക്രിസ്മസ് ന്യൂ ഇയറിന്. അപ്പോൾ അതിൻ്റെ ഒരു ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു, എഴുത്തിടം എന്ന് പറഞ്ഞിട്ട്. ഇത് നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അതിലൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നും എന്തായാലും ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് നമുക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാനുള്ള വൗച്ചറുണ്ട്. 499 രൂപേൻ്റെ താഴെ നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ റിഡീം ചെയ്യാൻ പറ്റും. അതിൽ ഓഫറാണ്, അങ്ങനെ ഒരു ഓഫറാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് പോന്നു. അപ്പോൾ വീട്ടിലേക്ക് എത്തി. പിന്നെ അവന് ഒരു നെസ്റ്റോന്ന് നമ്മളൊരു ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും മോനും കൂടെ അത് സെറ്റപ്പ് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അത് കണ്ടു കേട്ടോ. ഇത് നല്ല അടിപൊളി ടോയ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സംഭവം. സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്, എന്നാലും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം അവനും അച്ഛനും കൂടെ കളിയൊക്കെ തുടങ്ങി. അടുത്തതായി എന്താ സ്കൂൾ WMO മുട്ടിൽ സ്കൂളിലെ കുട്ടിയുടെ എന്താ ഏത് ക്ലാസ്സാ? UKG ആയുഷ് ഒന്നാം സമ്മാനം നേടുന്നു. ഡാൻസ് കളിക്ക്. സമ്മാനം വാങ്ങാതാ വരുന്നു. എല്ലാരും കൈയടിച്ചോ. ആയുഷ്